ഇവിടെ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ 7 നില ബ്ലോക്ക് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കട്ടെ. ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി 70 കോടി രൂപക്കാണ് ഈ കെട്ടിടം പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മുടെ ചിറ്റൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതാവും ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് 2016 അവസ്ഥയായിരുന്നു. 2016 ഇവിടെ ആശുപത്രിയുടെ കാര്യത്തിൽ എത്രമാത്രം പുറകോട്ടായിരുന്നു എന്നുള്ളത് നിങ്ങളെല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. ബഹുമാനായ കൃഷ്ണൻകുട്ടി ഇവിടുത്തെ ജനപ്രതിനിധിയായി വന്നപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഉന്നമനത്തിനായി അദ്ദേഹം നടത്തുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്ന് ആരോഗ്യമേഖലയിൽ വലിയ മാറ്റം ഇവിടെ വേണമെന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്. ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യത്തിനുള്ള പണം നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ഖജനാവിന് അത്ര ശേഷി പോരാ. 2016 ഗവൺമെൻറ് എങ്ങനെയാണ് നാടിൻ്റെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പണം കണ്ടെത്താനാവുക? ബജറ്റിനെ ആശ്രയിച്ച് മാത്രം എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കാനാവില്ലായിരുന്നു. ആ ആലോചനയിൽ നിന്നാണ് പുതിയ നിയമഭേദഗതിയിലൂടെ ഇന്ന് കാണുന്ന കിഫ്ബി രൂപം കൊള്ളുന്നു. കിഫ്ബിയുടെ ഒരു പുനഃസംഘാടനമായിരുന്നു അത്. ഇപ്പോൾ കിഫ്ബിയുടെ ഉദ്ദേശം ഇത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കലാണ്. നാടിൻ്റെ വികസനത്തിന് വലിയ താങ്ങായി മാറും എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെല്ലാവരും സ്വാഭാവികമായും അതിനെ സ്വാഗതം ചെയ്യുകയാണല്ലോ ഉണ്ടാവുക. പക്ഷേ കഠിന എതിർപ്പ് അതിൻ്റെ തുടക്കത്തിലേ ഉയർന്നു പോകുന്നു. എവിടുന്ന് പൈസ കിട്ടാനാണ്? ഇതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കുമെന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധത്തോടെയല്ല. ആര് നിങ്ങൾക്ക് പൈസ തരും? പാപ്പരായി കിടക്കുന്ന ഒരു സംസ്ഥാനത്തിന് പൈസ ആര് തരും? ഇങ്ങനെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ആ കാലത്ത് കേൾക്കേണ്ടി വന്നു. പക്ഷേ നമ്മുടെ നാടിൻ്റെ അനുഭവം ഇതുപോലുള്ള അനേകം കാര്യങ്ങൾ കിഫ്ബിയിലൂടെ
യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കിഫ്ബി ഇതുപോലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നു എന്ന നില വന്നപ്പോൾ തന്നെ സഖാവ് കൃഷ്ണൻകുട്ടി MLA എന്ന നിലക്ക് ഇവിടുത്തെ ആശുപത്രിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. സാധാരണ ഇവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നാലെ തന്നെ ഓരോ ഘട്ടത്തിലും MLA ആയിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴുമൊക്കെ അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു, ഇടപെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കേട്ടാൽ ആശ്ചര്യപ്പെടുന്ന കാര്യങ്ങളാണ്. 5 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 220 കിടക്കകൾ, കാഷ്വാലിറ്റി സൗകര്യങ്ങൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ, ഡയാലിസിസ് യൂണിറ്റ് നേരത്തെ ഇവിടെ പറഞ്ഞു 14 എന്നാണ് ഞാൻ കേട്ടത്. അത്രയും ഡയാലിസിസ് യൂണിറ്റുകൾ, ഇതെല്ലാം ഒരുക്കിയിട്ടുള്ള എല്ലാ അർത്ഥത്തിലും ഒരു ആധുനിക ആശുപത്രി ചിറ്റൂരിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് ഇത്തരമൊരു ആരോഗ്യ സ്ഥാപനം ഇവിടെ വേണമെന്ന ഇവിടുത്തെ ജനപ്രതിനിധിയുടെ ആഗ്രഹത്തിൻ്റെ സഫലീകരണം കൂടിയാണ് എന്നതാണ് നാം ആദ്യമായും കാണുന്നത്. ഇവിടെ കേരളത്തിൽ ഇതുപോലുള്ള ഒറ്റപ്പെട്ട സ്ഥാപനങ്ങളെയല്ല നമുക്ക് കാണാൻ കഴിയുക. പല മണ്ഡലങ്ങളിൽ പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും. അതിൽ വേറെ ഭേദഗതിയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങളെടുത്താൽ സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന നോട്ടമൊന്നുമില്ല, എല്ലായിടങ്ങളിലും ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ വന്നിട്ടുണ്ട് എന്നതാണ് കാണാൻ കഴിയുക. ആരോഗ്യരംഗത്ത് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല ഇടപെടലാണ് കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ളത്. നമ്മുടെ പാലക്കാടുള്ള മെഡിക്കൽ കോളേജ് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ്. അവിടെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. വിവിധ OPകൾ, 6 നിലകൾ വീതമുള്ള 3 കെട്ടിടങ്ങൾ, ഇതെല്ലാം ആ മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിനായി കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 733 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ ഇതെല്ലാം യാഥാർത്ഥ്യമാകുമായിരുന്നു.